ഹലോ. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ 3D ഹെഡ് ട്രാക്കിംഗ് ചെയ്തായിരുന്നു. അത് ചെയ്തത് ബ്ലെൻഡറിലെ ഒരു ആഡ് ഓൺ കീൻ ടൂൾസ് എന്ന് പറയുന്നൊരു ആഡ് ഓൺ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ കുറച്ച് പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ ആഡ് ഓൺ ഒന്നും ഇല്ലാതെ എങ്ങനെ ചെയ്യുന്നത്. അതിനായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ബ്ലെൻഡറിൻ്റെ ഡിഫോൾട്ട് മോഷൻ ട്രാക്കിംഗ് ഉപയോഗിച്ച് എങ്ങനെ 3D ഹെഡ് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ആദ്യം വരിക, മൂവി ക്ലിപ്പ് എഡിറ്ററിലേക്ക് പോവുക, ഈ ടൈം ലൈനെ വിളിച്ച് നിൽക്കുക, അവിടെയും മൂവി ക്ലിപ്പ് എഡിറ്റർ ആക്കുക. പക്ഷേ അവിടെ ക്ലിപ്പ് എന്നുള്ളത് മാറ്റി ഗ്രാഫ് ആക്കുക. ഇവിടെ നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഗ്രാഫ് കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത വീഡിയോ എടുക്കുന്നു. ഞാൻ പെക്സൽസ് എന്ന് പറയുന്ന സൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചത്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഈ പെൺകുട്ടിയുടെ വീഡിയോ എടുക്കുന്നു. ശേഷം നമ്മളിത് ഒരു ഒബ്ജക്റ്റ് ട്രാക്കിംഗ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ട്രാക്കിങ്ങിൽ ഒബ്ജക്റ്റിൽ വന്നിട്ട് ആ ക്യാമറ മാറ്റി ഒരു പ്ലസ് ചിഹ്നം അടിച്ചു കൊടുത്ത് ഒബ്ജക്റ്റ് ആയി കൊടുക്കുക. സെറ്റ് സീൻ ഫ്രെയിംസ് കൊടുക്കുക, പ്രിഫെച്ച് കൊടുക്കുക. അത് പ്രീ റെൻഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ പാറ്റേൺ സൈസ് 31 ആക്കുകയാണ്. അത് കുറച്ചും കൂടി വലിയ ട്രാക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് മോഷൻ മോഡൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മോഷൻ മോഡൽ അഫൈൻ ആക്കുക, നോർമലൈസ് കൊടുക്കുക. ബ്ലെൻഡറിൻ്റെ ഈ ഡിഫോൾട്ട് ട്രാക്കിംഗ് വളരെ പവർഫുള്ളാണ്. അതിന് പ്രത്യേകിച്ച് ഫേസ് മാർക്കിങ്സ് ഒന്നും വേണ്ട, അല്ലാതെ തന്നെ അത് ട്രാക്ക് ചെയ്യും. ഞാനിവിടെ ഒരു പോയിൻ്റ് കൺട്രോൾ ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്യുന്നു, എന്നിട്ട് ട്രാക്ക് ചെയ്യണം. പക്ഷേ ഇത് ഭയങ്കര ക്വിക്കായിപ്പ്. അപ്പോൾ നമ്മൾ ഈ ട്രാക്കിംഗ് സെറ്റിങ്സിൽ വന്നിട്ട് ഡബിളാക്കി. കാരണം എന്നാലും നമുക്ക് ഇതിനും എങ്ങനെയാണ് ട്രാക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ കഴിയും. എന്നിട്ട് ഞാനിത് ഈ മൂക്കുത്തി കൺട്രോൾ പ്രസ് ചെയ്ത് ട്രാക്ക് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ട്രാക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നോക്കിക്കോ എങ്ങനെയാണ് ട്രാക്ക് ചെയ്യുന്നത്. കണ്ടോ, ഭയങ്കര സ്റ്റേബിളാണ് ഇത്. പക്ഷേ ആ ഒരു മൂക്കുത്തി ആയതുകൊണ്ടാണ്. സ്കിന്നിൻ്റെ ഏത് പാർട്ട് വെച്ചാലും ഈ അഫൈൻ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരിക്കും. അത്രയും പവർഫുള്ളാണ് ബ്ലെൻഡറിൻ്റെ ഈ ഒരു മോഷൻ ട്രാക്കിംഗ്. ഞാനിവിടെ റാൻഡമായിട്ട് കുറേ ട്രാക്കിംഗ് പോയിൻ്റ് പ്രസ് ചെയ്തിട്ട് ഒരുമിച്ച് എല്ലാം കൂടി ട്രാക്ക് ഫോർവേഡ് ചെയ്യുന്നു. ഇതിൽ കൊള്ളാത്ത സാധനങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. അതുപോലെ വീണ്ടും ഞാനിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. താടി ഭാഗത്തും ആ ട്രാക്കിംഗ് പോയിൻ്റ് ആഡ് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്ത് ട്രാക്കിംഗ് ഫോർവേഡും ട്രാക്കിംഗ് ബാക്ക്വേഡും ഒക്കെ ചെയ്യുകയാണ്. നമുക്ക് ആ ഒരു ഡാറ്റ വേണം. ഈ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ 3D ക്യാമറ ആ ഒരു ഒബ്ജക്റ്റ് റൊട്ടേഷൻ കിട്ടുന്നത്. ഇതിൻ്റെ പുറത്താണ് നമ്മൾ 3D ഒബ്ജക്ട്സ് ആഡ് ചെയ്യുന്നത്. ഈ നെറ്റ് ഭാഗവും ഞാനതുപോലെ ചെയ്യുകയാണ്. എന്നിട്ട് ഇതിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ പ്രോപ്പറായിട്ട് ട്രാക്ക് ആകാത്ത ഭാഗം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ മൂക്കിൻ്റെ ഭാഗവും ഒക്കെ നമ്മളതന്നെ ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരെണ്ണം അത് നമുക്ക് വേണ്ട. എന്തായാലും ട്രാക്കിംഗ് കഴിഞ്ഞ് ഞാൻ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തത് സോൾവ് ചെയ്യലാണ്. സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഹ്യൂജ് പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് ഉണ്ടാകുന്ന ആ ഒരു ഫ്രെയിം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ 80 to 180 പെൺകുട്ടി തല തിരിക്കുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ സോൾവ് കൊടുക്കുകയാണ്. 0.69 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഹ്യൂജ് പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് ഉണ്ടാകുന്ന ആ ഒരു ഫ്രെയിം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ 80 to 180 പെൺകുട്ടി തല തിരിക്കുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ സോൾവ് കൊടുക്കുകയാണ്. 0.69 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്നിന് താഴെയുള്ള സോൾവറുകളെല്ലാം നല്ലതാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യാനുള്ള ഈ ട്രാക്കിംഗ് പോയിന്റ് 3D മാർക്കേഴ്സ് ടു മെഷ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളൊരു സെറ്റസ് ബാക്ക്ഗ്രൗണ്ടും കൊടുക്കുന്നു, ട്രാക്കിംഗ് സീനും സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അടുത്തൊരു വിൻഡോയിൽ ഞാൻ 3D വ്യൂ പോർട്ട് വന്നിട്ട് ക്യാമറ സെലക്ട് ചെയ്തിട്ട്, ക്യാമറ നമുക്ക് ഈ ആംഗിളല്ല വേണ്ടത്. അതുകൊണ്ട് ഞാനതെല്ലാം കൂടി റീസെറ്റ് ചെയ്ത് ഒറിജിനിലേക്ക് കൊണ്ടുവരുന്നത്, സീനിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ട് വൈ ഡയറക്ഷനിലേക്ക് ക്യാമറ ഫേസ് ചെയ്യണം. 90 ഡിഗ്രി ആക്കിയിട്ട് കുറച്ചൊന്ന് പുറകിലോട്ട് ഇറക്കുന്നത്. ക്യാമറയിൽ ആൾറെഡി ക്യാമറ സോൾവർ കൺസ്ട്രെയിൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റ്, ഈ സാധനം സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റ് സോൾവർ ആക്കിയിട്ട് ഒബ്ജക്ട്സ് ക്യാമറയും എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ സാധനം ട്രാക്കിംഗ് പോയിൻറ്റ്സ് അവിടെ കാണാനില്ല. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ, ട്രാക്കിംഗ് പോയിൻറ്റ്സിൻ്റെ ലൊക്കേഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതെടുത്തിട്ട് ട്രാക്കിംഗ് പോയിൻറ്റ്സിൻ്റെ ലൊക്കേഷൻ നമ്മൾ ക്യാമറയായിട്ട് മാച്ച് ചെയ്യുന്നതിന് വേണ്ടി അത് ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ലൊക്കേഷൻസ് മൊത്തത്തിൽ 0 കൊടുക്കുന്നു. അപ്പോൾ നമ്മളവിടെ കറക്റ്റായിട്ട്, ഇനി ക്യാമറ വ്യൂസിൽ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് ക്യാമറയിൽ ട്രാക്ക് ആയിരിക്കുന്നതാണ്. കണ്ടോ, ഇപ്പോൾ ആ പോയിൻറ്റ്സ് എല്ലാം ട്രാക്ക് ചെയ്തു കഴിഞ്ഞു. നമുക്ക് ആ ട്രാക്കിംഗ് പോയിൻറ്റ്സ് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തൊരു 3D ഹെഡും ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവച്ചിട്ട് ആ പെൺകുട്ടിയുടെ അതേപോലെ സ്കൾപ്റ്റും ചെയ്ത് നമുക്ക്. ഇനിയിപ്പോൾ ഞാൻ ഒരു ഡെമോ കാണിച്ചു തരാം. ഇത് ടാബ് പ്രസ് ചെയ്തിട്ട് മെഷിൽ വന്നിട്ട് കോൺവെക്സ് ഹവർ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മെഷ് അവിടെ രൂപപ്പെട്ടു. ഇതിന് ട്രാക്ക് ആകുമ്പോൾ നോക്കിയാൽ മതി. നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ കാണാം അത് അവിടെ തന്നെ ഇരിക്കുന്നത്, പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമുക്കിത് ചെയ്യാം. ഇത്രയും ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കീൻ ടൂൾസ് എന്ന് പറയുന്ന ബ്ലെൻഡർ ആഡോൺ ഉപയോഗിച്ചത്. പക്ഷേ എന്ത് ചെയ്യണം, അത് പെയ്ഡാണ്, സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആണ്. ഞാനൊരു ഹെഡ് ബ്ലെൻഡർ കിറ്റ് എന്ന് പറയുന്ന ആഡോൺ നിങ്ങളില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് ഇതുപോലെയൊക്കെ ഞാൻ ഡ്രാഗ് ചെയ്തിട്ടാണ് 3D ഹെഡൊക്കെ എടുക്കുന്നത്. ഇത്രയും മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ 3D ഹെഡ് എടുക്കുന്നു, ഈ ട്രാക്കിംഗ് പോയിൻറ്റ്സുമായിട്ട് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അതുമായിട്ട് അലൈൻ ചെയ്ത് നമ്മുടെ ഈ ഫേസ്, ഈ പെൺകുട്ടിയുമായിട്ടുള്ള ഫേസുമായിട്ട് മാച്ച് ആകുന്ന തരത്തിൽ അലൈൻ ചെയ്തിട്ട് ഈ പോയിൻറ്റ്സ്, ഈ 3D ട്രാക്കിംഗ് പോയിൻറ്റ്സുമായിട്ട് ചേർന്ന് വരത്തില്ല. അതാണ് നമ്മുടെ ഫേസിൻ്റെ സർഫസ്. ആ പോയിൻറ്റിൽ നമ്മുടെ ഈ 3D ഹെഡ് കൊണ്ടുവച്ച് നമ്മളൊന്ന് ചെയ്യുക. എന്നിട്ട് ഈ 3D ഹെഡുമായിട്ട്, 3D ഹെഡിന് ഈ 3D ട്രാക്കിംഗ് പോയിൻറ്റുമായിട്ട് പേരൻ്റ് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, പ്രോപ്പറായിട്ട് മൂവ് ആവുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് ട്രാക്കിംഗ് ആകുന്നുണ്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഈ പെൺകുട്ടിയുടെ അതേ രൂപത്തിൽ ഈ 3D ഹെഡും നമ്മൾ ചെയ്യണം. അതിന് ടാബ് എഡിറ്റ് ചെയ്യുക,
പ്രൊപ്പോർഷണൽ എഡിറ്റിംഗ് കൊടുക്കുക. നമ്മൾ അതിൻ്റേതായ രീതിയിൽ അതിനെ സ്കൾപ്റ്റ് ചെയ്തിട്ട് ഈ ആവശ്യമില്ലാത്ത കഴുത്തിൻ്റെ ഭാഗമൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക. ഇതങ്ങി കുറച്ച് നേരം പ്രോപ്പറായിട്ട് സ്കൾപ്റ്റ് ഇതൊരു ഇച്ചിരി മെനക്കെട്ട പരിപാടി കേട്ടോ. ഇതാണ് കീൻ ടൂൾസിൽ ഈസി ആയിട്ട് ചെയ്തിരുന്നത്. കീൻ ടൂൾസിൻ്റെ ഫേസ് ബിൽഡറിൽ ഈസി ആയിട്ട് ചെയ്തത്. ഞാൻ എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു വിധം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും പക്ക ആക്യുറേറ്റ് ഒന്നുമല്ല. പക്ഷേ എനിക്കിവിടെ ഒരു കൂളിംഗ് ഗ്ലാസ് വെക്കാനായിട്ടാണ്. ഒരു സൺഗ്ലാസ് വെക്കുന്നതിന് വേണ്ടി മാത്രമായിട്ടാണ്. ബ്ലെൻഡർ കിറ്റിൽ വരുന്നു. ഞാനൊരു സൺഗ്ലാസ് സെർച്ച് ചെയ്യുന്നു. ഫ്രീ ഫസ്റ്റ് കൊടുക്കുക. നമുക്ക് ഫ്രീ ഒബ്ജക്ട്സ് നോക്കാം. ഞാൻ സൺഗ്ലാസ് നോക്കുക. ഹെൽമെറ്റും കിട്ടും കേട്ടോ. സൺഗ്ലാസ് ഞാൻ ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ മതി. ഈ സൺഗ്ലാസ് ഞാൻ അവിടെ കൊണ്ടുവച്ച് ഫ്രെയിം ചെയ്തിട്ട് ആ സൺഗ്ലാസും ഈ ഹെഡുമായിട്ട് പാരൻ്റ് ചെയ്തു. ഇപ്പോൾ പ്രോപ്പറായിട്ട് ട്രാക്ക് ആയിട്ടുണ്ട്. ഒരു കുഴപ്പം ആ ചെവിയുടെ പുറത്തൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ VFXലോ അല്ലെങ്കിൽ ഈ 3D ഹെഡ് വെക്കുമ്പോൾ തന്നെ അതൊക്കെ മാറിക്കോളൂ. കണ്ടോ, ഇപ്പോൾ പ്രോപ്പറായിട്ട് ട്രാക്ക് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഏത് ഒബ്ജക്റ്റ് വേണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് വെച്ച് പാരൻ്റ് ചെയ്താൽ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ്.